ഹായ്, വെൽക്കം ടു ഇൻഫോമിക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം നമുക്കെല്ലാവർക്കും നമ്മളൊരു മനുഷ്യനാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണും. അതിപ്പം നമ്മൾ പുറമേ ഒരാളെ കാണുന്ന പോലെയല്ല. അവർക്ക് ചിലപ്പം പല പല ഇഷ്യൂസ് കാണും. ഇപ്പം അവരിപ്പം നാട്ടിലാണെങ്കിലും അവർ ഗൾഫിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും സ്വിറ്റ്സർലൻഡിലാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവർക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ ജോലിയിലുള്ള സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം റേസിസം ആയിരിക്കും. അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവരവിടെയല്ലേ അല്ലെങ്കിൽ അവരിവിടെയല്ലേ, അവരെ കണ്ടിട്ട് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. അങ്ങനെയല്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിലും ചിലർ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന കാണാം, ചിലർ വളരെ ദുഃഖിച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് കാണാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രശ്നത്തെയും നമ്മൾ എങ്ങനെ നേരിടുന്നു, നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ വെച്ചിട്ടാണ് ഓരോ പ്രശ്നങ്ങളും അത് ആ ഡീൽ ചെയ്യുന്ന രീതിയുടെയാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പ്രശ്നത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും, അതല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് ടിപ്പ് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ബി ഗ്രേറ്റ്ഫുൾ. അതായത് നമുക്ക് എന്തോ ഇല്ല എന്നുള്ള ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് നന്ദിയോടെ അത് ഓർക്കാൻ പറ്റണം. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം എത്രയോ പേർക്ക് ഇപ്പം ഡെമൻഷ്യ ബാധിച്ചവർക്കോ അല്ലെങ്കിൽ മെൻ്റൽ ഡിസീസ് ഉള്ളവർക്കോ ഒക്കെ ചിലപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അത് നിങ്ങൾ ഓർക്കും നല്ലതാണെന്ന്, പക്ഷെ അത് നല്ലതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത്രയും വേഴ്സ് അല്ല നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ, നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകളെല്ലാം നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ മറന്നു പോകും. പക്ഷെ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു രോഗമാണ് നിങ്ങൾ അലട്ടുന്നതെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ വീടുണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ ഫാമിലി കാണും, ഇതെല്ലാം നമ്മൾ മറന്നു പോകും. പക്ഷെ നമുക്ക് അതേ സമയം തന്നെ നിങ്ങൾക്കൊരു രോഗം വന്നു, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുക, എനിക്ക് ഇങ്ങനെ അസുഖങ്ങൾ വന്നിരിക്കുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ നിങ്ങൾ സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ, നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടായിട്ട് നിന്ന ഒരു ഫാമിലി മെമ്പറിന് ഒരു ആക്സിഡൻറ്റ് പറ്റാമെന്ന് വിചാരിക്കും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ ഒരു പ്രശ്നം മുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന പ്രശ്നമായിരുന്നു, ഇതിപ്പോൾ എനിക്ക് കൂടുതൽ സ്ട്രെസ് വന്നു. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവ് ആയിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രശ്നത്തിന് മുകളിൽ വേറൊരു പ്രശ്നം കൂടി വരുമ്പോഴാണ് നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ബോധവാന്മാരാകൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കുക, എപ്പോഴും ഫോക്കസ് എപ്പോഴും നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമുക്കുള്ള പോസിറ്റീവിനെ കുറിച്ചിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മുടെ പ്രശ്നത്തെ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യാതിരിക്കുക. അതാണ് ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട്സ് ഓരോന്നും ഇത് വരുമ്പോൾ അത് നടക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു പെസിമിസ്റ്റിക് ഒരു തോട്ടായിരിക്കും, അതൊന്നും സംഭവിക്കില്ല, അത് നടക്കത്തില്ല. പക്ഷെ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം. നമുക്കത് സംഭവിക്കും, അത് നടക്കും. ഒരു വാതിൽ അടഞ്ഞാൽ ബാക്കി ബാക്കി 9 വാതിൽ തുറക്കും എന്ന്
വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ആ ഒരു സമയം കടന്നു പോകും, ഈ സമയം കടന്നു പോകും. നമുക്ക് വീണ്ടും ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു സ്റ്റേജ് നമ്മുടെ ലൈഫിൽ വരുന്ന നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റണം. അതാണ് സെക്കൻഡ് ടിപ്പ്. ഇനി നമുക്ക് തേർഡ് ടിപ്പ് എന്നാന്ന് നോക്കാം. അപ്പോൾ തേർഡ് ടിപ്പ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യുക. അതായത് ഇപ്പം നമുക്ക് പ്രോബ്ലംസ് അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് കോസ് ചെയ്യുന്ന എന്താണെന്നുള്ളത് നോക്കാം. അത് നമുക്ക് നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളുമുണ്ട്, നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനോ ഒരു ബയോപ്സി ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയില്ല ദൈവമേ അത് ക്യാൻസർ ആണോ, അറിയത്തില്ല ക്യാൻസർ ആണോ ഇനി അല്ലയോ, ക്യാൻസർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ആദ്യം പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇതിപ്പം ഈ ബയോപ്സിയുടെ റിസൾട്ട് അറിയാൻ നിങ്ങൾക്ക് 2 ആഴ്ച എടുക്കും എന്ന് വിചാരിക്കുക. ആ 2 ആഴ്ച ഞാനിങ്ങനെ ആദ്യം പിടിച്ചിരുന്നിട്ട് ഇതിനെങ്ങനെയാണെങ്കിലും ഒരു റിസൾട്ട് വരും. അത് ഏതർ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു റിസൾട്ട് വരും. ഇതിപ്പം നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ വെറുതെ 2 ആഴ്ച നിങ്ങൾ ആദ്യം പിടിച്ചത് വെറുതെ ആയിപ്പോയി, റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നല്ലോ, വെറുതെ നിങ്ങളുടെ 2 ആഴ്ച കളഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അഥവാ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കാം, എന്താണെങ്കിലും ഇത് പോസിറ്റീവാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യണം. അത് എന്നാണ് ഇനി അടുത്ത കാര്യം ചെയ്യേണ്ടത്, ലൈക്ക് അത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അതിപ്പം പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് ഡീൽ ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ ഈ 2 ആഴ്ച വെറുതെ ആദ്യം പിടിച്ചിട്ട് കാര്യമില്ല. അത് റിസൾട്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് ടെൻഷൻ, ചിലപ്പോൾ നമ്മൾ പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് അടുത്ത സൊല്യൂഷൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ഈ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം പിടിച്ചതുകൊണ്ട് ഒരു കാര്യവും ഇല്ല, നമുക്കത് ഡീൽ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒന്നും ഓർക്കുക, സ്ട്രെസ്സൊക്കെ ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു റീസൺ കൂടിയാണ്. സ്ട്രെസ്സൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ് ക്യാൻസറിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ട്രെസ്സ് കൂടുതലെടുത്തിട്ട് കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് ആ സിറ്റുവേഷൻ നിങ്ങളുടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമുക്ക് ഡീൽ ചെയ്തേ പറ്റൂ. അപ്പോൾ അത് ആ സമയത്ത് നമ്മളത് ഡീൽ ചെയ്യണം. അങ്ങനെ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലേ നമുക്കത് ആ പ്രശ്നത്തെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയിപ്പം ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന പ്രശ്നങ്ങൾ ലൈക്ക് സിറ്റുവേഷൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ്, അത് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾക്കത് ഇത് ഈ ഫാമിലി ഇഷ്യൂ നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ. ഇപ്പോൾ ഫാമിലിയോ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സോ ആരെങ്കിലും ഇടപെട്ടിട്ട് നിങ്ങൾക്കത് റിസോൾവ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണോ ഇല്ലയോ എന്ന് നോക്കുക. ഇപ്പം അത് പറ്റില്ല, നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുക. ഒരിക്കലും ആ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ തന്നെ പ്ലേസ് ചെയ്യരുത്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുകയും ചിലപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് മിക്കവാറും പെട്ടെന്ന് ആൾക്കാർ ചിലപ്പം ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്ന് മാറാൻ ശ്രമിക്കുക എന്നാ ഞാൻ പറയാം. അങ്ങനത്തെ ഒരു വയലൻസ് ഒക്കെ ഉള്ള ഒരു ഫാമിലി ഇതാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ള മറ്റൊരു എൻവയോൺമെൻറ്റിലേക്കോ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറാൻ പറ്റുകയോ അങ്ങനെ ഒരു സൊല്യൂഷൻ, അത് അങ്ങനത്തെ ഒരെണ്ണം എടുക്കുക, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. നമ്മൾ അത് ഓർത്ത് ഇത് ഞാനിങ്ങനെ സഹിച്ച് ജീവിക്കണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ജോബിലെ സ്ട്രെസ്സ്, ഇപ്പം നിങ്ങൾക്ക് നല്ല സാലറി കിട്ടുന്ന ഒരു ജോബാന്ന് വയ്ക്കുക, വളരെ നല്ല സാലറി കിട്ടുന്ന ജോബാണ്, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. നിങ്ങൾ രാവിലെ 6 മണിക്ക് തുടങ്ങി ജോലി രാത്രി 10-11 മണിയായിട്ടും ജോലി തീരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഫാമിലി ലൈഫ് ഇല്ല, വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? ചിലപ്പോൾ നിങ്ങൾക്ക് മണി വേണമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ സ്ട്രെസ് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ഞാനാണ് ആ സിറ്റുവേഷനെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു ചെറിയ ജോബിലേക്ക് എനിക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ജോബ് ഞാൻ നോക്കും. കാരണം ആ സമയത്ത് നമുക്ക് പൈസ
അല്ല നമ്മൾ നോക്കേണ്ടത്. പൈസയോ എക്സ്പീരിയൻസോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ മാനസിക ആരോഗ്യമാണ് ആദ്യം, അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ പൈസയും ഇതെല്ലാം നമുക്ക് പിന്നീട് വന്നോളും. അത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ കൊണ്ട് കൊള്ളില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ആ ജോബ് ചെയ്യാൻ പറ്റാത്തത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനോടുള്ള പാഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങളുടെ പാഷൻ വേറൊരു മേഖലയിലായിരിക്കാം, നിങ്ങളുടെ കഴിവ് വേറൊരു മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ മാനേജ്മെൻറ്റ് ഒട്ടും എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് അല്ലാത്തൊരു മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ആയിരിക്കാം. നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ കഴിയുന്നതും ആ ജോബിൽ നിന്നുകൊണ്ട് വേറൊരു ജോബ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ നിങ്ങളുടെ സെയിം പ്രൊഫഷൻ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നില്ല. അപ്പം നമുക്ക്, നിങ്ങൾ ചിലപ്പോൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, നിങ്ങൾക്ക് താഴാൻ ചിലപ്പം ഒരു ഇത് തോന്നത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളൊരു കൊച്ചു ജോബാണെങ്കിൽ പോലും മാനസികമായ ആരോഗ്യമാണ് ഏറ്റവും വലുതെന്ന് കരുതുക. അല്ലാത്ത സമയം നമുക്കത് മാനസികമായിട്ട് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുക. അതായത് ഏത് സമയത്തും നമുക്ക് വിളിക്കാൻ പറ്റാവുന്ന, വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് അങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. അതായത് നമ്മൾ അതായത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് നല്ല രീതിയിൽ അത് നീ ചെയ്തത് അത് ശരിയായില്ല എന്ന് നമ്മളോട് പറയണം, തുറന്ന് പറയണം. പക്ഷെ നമുക്ക് കംഫർട്ടബിളായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് നമുക്കും കൂടി ബോധ്യം വരുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അങ്ങനെ, അതായത് നമ്മളെ എല്ലാത്തിനും ക്രിറ്റിക്കലി ഇങ്ങനെ ഇത് പറയാതെ, പക്ഷെ നമ്മളെ ശരിയായിട്ട്, നമ്മൾ തെറ്റായിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ നേരെ നടത്താനും കൂടി പറ്റാവുന്ന ഫ്രണ്ട്സ് ആയിരിക്കണം. പക്ഷെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, നമ്മളെല്ലാത്തിനും ഇങ്ങനെ ആവശ്യമില്ലാതെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ ഒരു നല്ല ഒരു സുഹൃത്ത്, നമുക്ക് എന്തും തുറന്ന് പറയാൻ പറ്റാവുന്ന സുഹൃത്ത്. അത് ചിലപ്പോൾ ഫാമിലി മെമ്പർ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സോ ആയിരിക്കും. അത് 2 or 3 പേര് നിങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ ഫോൺ എടുക്കുന്നത്, നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റാവുന്ന കോൺഫിഡൻഷ്യലായിട്ട് കാര്യങ്ങൾ വെക്കാൻ പറ്റിയ 1 or 2 or 3 ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. കാരണം ഒരാളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരാൾ, അപ്പം നിങ്ങളുടെ മനസ്സ് പതറുന്ന അത്രയും നിങ്ങൾക്ക് ഒരു ഇമോഷണലി ഭയങ്കര ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്ത്, നിങ്ങൾക്ക് ആ മനസ്സ് പതറുന്ന സമയത്ത് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയ ഒരു 2-3 പേരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ സോഷ്യലൈസ് ചെയ്യുക. സോഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ മിക്കവാറും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മൾ ആരും തന്നെ അധികം അങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ വഴിയില്ല. കാരണം മിക്കവാറും അവരൊക്കെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ആരോടും മിണ്ടാൻ തോന്നത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾക്ക് നമ്മുടെ അടുത്ത ഈ പറഞ്ഞ പോലെ ഈ അടുത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സോ ക്ലോസ് റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ സോഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് അടുത്ത ടിപ്പ്. ഇനി വേറൊരു ടിപ്പ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ശരിക്കും നമ്മളെ സഹായിക്കും. ഇപ്പം നമുക്ക് എക്സസൈസ് എന്ന് വെച്ചാൽ ഈവൺ നമ്മളൊരു വാക്കിന് പോയാലും മതി. ഒരു ദിവസം ഒരു 10 മിനിറ്റ് നമ്മൾ വാക്കിന് പോയാലും ഈ വാക്ക് നമ്മുടെ ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വാക്കിംഗ് എൻഡോഫിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺസ്, നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. അത് നമ്മുടെ ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട് ഒക്കെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ്സ് വാക്കിന് പോവുക. ആ വാക്കിന് പോകുമ്പോൾ നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് നിങ്ങൾ ആ വാക്കിന് പോകണമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതാണ് അടുത്ത ടിപ്പ്. ഇനി അടുത്ത ടിപ്പ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീവ് ഇൻ ദ പ്രസൻറ്റ്. അതായത് നമ്മൾ ഇന്നൽ ജീവിക്കുക. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ചിലപ്പോൾ ട്രോമകളൊക്കെ കാണും. അത് നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾ അത് പാസ്റ്റ് അങ്ങ് വിട്ടേ. കാരണം നമുക്ക് പാസ്റ്റ് നമുക്ക് കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, പാസ്റ്റിൽ പോയിട്ട് അത് ശരിയാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസൻറ്റ് ഇന്നിൽ ജീവിച്ചുകൊണ്ട് നമുക്കിനി നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളത് ചിന്തിക്കാം. നമ്മൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾക്ക് അത് ഹെൽപ്ഫുള്ളാകാൻ പോകുന്നില്ല. അടുത്ത ടിപ്പ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹോബി,
നല്ലൊരു ഹോബി നിങ്ങൾക്ക് ചിലപ്പോൾ പല ഹോബീസ് ഉണ്ടാവും. ആ ആ കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കുറച്ച് സമയമെങ്കിലും വെക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് പാട്ട് കേൾക്കായിരിക്കും, ചിലർക്ക് വായനയായിരിക്കാം, ചിലർക്ക് എന്നാ പറയുക ഗാർഡനിങ് ആയിരിക്കാം, ചിലർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. ചിലർക്ക് ആർട്ടായിരിക്കും, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും. അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കുറച്ച് സമയം, ചിലർക്ക് പ്രേയേഴ്സ് ആയിരിക്കും, അങ്ങനെ എന്താണെങ്കിലും ആ കുറച്ച് സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്ത ഇതാണ് ഗുഡ് സ്ലീപ്പ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഉറക്കം അത്യാവശ്യമാണ്. കാരണം നമ്മുടെ മൈൻഡ് എപ്പോഴും എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്ക് നല്ല സ്ലീപ്പ് വേണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓർത്ത്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഓർത്ത് ആദ്യം പിടിച്ച് ഉറങ്ങാതിരുന്നിട്ട് കാര്യമില്ല. കാരണം എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ ആദ്യം മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ പ്രശ്നം നമുക്ക് ഇങ്ങനെ ആദ്യം പിടിച്ച് നമ്മളിരുന്ന് ഉറങ്ങാതെ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ഇന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, ഈ പ്രശ്നം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കി ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒരു ജോബ് കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കണം. അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ ടിക്കിടാം. അപ്പം നമുക്ക് തന്നെ അതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകും, ഒരു സംതൃപ്തി നൽകും, ആത്മസംതൃപ്തി നൽകും. അപ്പം അത് തന്നെ നമ്മളുടെ ആ ഒരു പോസിറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് അടുത്ത ഒരു ടിപ്പ്. പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കുക. നമ്മൾ ആദ്യം പിടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യം നശിച്ചു പോകാല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഓക്കെ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുക. ഈ ടോക്ക് നമ്മൾ ഒരു ബുദ്ധയുടെ 3 കോട്ട് വായിച്ചിട്ട് നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാം. ഞാനത് വായിക്കാം. ഹാപ്പിനെസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വാട്ട് യു ഹാവ് ആൻഡ് ഹൂ യു ആർ. ഇറ്റ് സോൾലി റിലൈസ് ഓൺ വാട്ട് യു തിങ്ക്. സോ ഒരിക്കലും നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്ന് അടിസ്ഥാനമാക്കിയല്ല നമ്മുടെ സന്തോഷം നിൽക്കുന്നത്, അതിൻ്റെ അളവ് നിൽക്കുന്നത്. അത് നമ്മളത് ചിന്തിക്കുന്നു, നമ്മുടെ തോട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. അടുത്ത കോട്ട്, ഹാപ്പിനെസ് വിൽ നെവർ കം ടു ദോസ് ഹു ഫെയിൽ ടു അപ്രിഷിയേറ്റ് വാട്ട് ദേ ഓൾറെഡി ഹാവ്. അപ്പോൾ ഒരിക്കലും സന്തോഷം നമുക്ക് എന്തുണ്ട് എന്ന് നന്ദിയോടെ സ്മരിക്കാത്ത ഒരുവിനിലും സന്തോഷം വരില്ല എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് എന്തുണ്ട് അതിനെ നമ്മൾ എപ്പോഴും നന്ദിയോടെ സ്മരിക്കണം. അതാണ് ഒരു മെയിൻ ടിപ്പ്. പിന്നെ 3-ാമത്തെ കോട്ട്, ഹാപ്പിനെസ് ഈസ് നോട്ട് ഹാവിങ് എ ലോട്ട്, ഇറ്റ് ഈസ് ബീങ് ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ്. അപ്പം സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, അത് എപ്പോഴും നമുക്ക് എന്തുണ്ടായാലും അതിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ അതായത് ഒത്തിരി പൈസ ഒന്നും വേണ്ട നമുക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട്. നമ്മുടെ ചിന്താഗതിനെ അനുസരിച്ചിട്ടാണ് നമ്മുടെ സന്തോഷം. ഓക്കെ, അപ്പം എല്ലാവർക്കും സന്തോഷമായ ദിനങ്ങൾ ആശംസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, ആത്മഹത്യയൊന്നും ഒന്നിനും പരിഹാരമല്ല. അപ്പോൾ എല്ലാവരും എല്ലാം നന്ദിയോടെ സ്മരിക്കുക, ഇന്ന് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ കാണാം. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ബൈ.